മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവർ അധികപ്പറ്റായും ശാപമായും ശല്യമായും കരുതുന്ന ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ചുരുക്കം ചില ദൈവാനുഭവമുള്ള നല്ല കുടുംബങ്ങളുണ്ട്. അതിലൊരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇരിങ്ങാലക്കുട രൂപതയിലാണ് കല്ലേറ്റുംകര ഉണ്ണിമിശിഹ ഇടവകയിൽപ്പെട്ട കണ്ണംകുന്നി അന്തോനി റോസി മാതാപിതാക്കളുടെ കുടുംബമാണ്. ദൈവം അവർക്ക് 5 മക്കളെ നൽകി, ഒരു മകനും 4 പെൺമക്കളും. ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. ബോംബെയിലെ ജീവിത സാഹചര്യത്തിൽ കുറേ വർഷങ്ങൾ അവിടെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഗൾഫിൽ പോകാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ പിന്നീട് നാട്ടിൽ വന്ന് വേരുറപ്പിച്ചു. ഒരുപാട് കഷ്ടപ്പാടിലൂടെ മക്കളെ വളർത്തി ഒത്തിരി സ്നേഹം കൊടുത്തും അതിനേക്കാളേറെ വിശ്വാസം കൊടുത്തും ദൈവം പരമേൽപ്പിച്ച നല്ല കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ വളർത്തി. ദൈവത്തിന് വേണ്ടി വളർത്താനാണ് മക്കളെ ഏൽപ്പിക്കുന്നത്. മാതാപിതാക്കൾ വിശ്വസ്തത പുലർത്തി സ്വന്തം ജീവിതം മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന അവരുടെ ജീവിതം മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് എന്ന് മക്കൾക്ക് ബോധ്യമുള്ള കുടുംബം. അതുകൊണ്ട് ഇന്ന് ആ മക്കൾ മാതാപിതാക്കളെ സ്നേഹം കൊടുത്ത് സന്തോഷിപ്പിച്ച് നിർത്തുന്ന അനുഭവം. മകൻ ഗൾഫിലെ ജോലി വേണ്ടെന്ന് വെച്ച് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ എത്തി നിൽക്കുന്ന ആ ഒരു നല്ല അനുഭവം ഈ കുടുംബത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കണ്ണംകുന്നി റോസി ആന്റണിയുടെ ഭവനം. തൃശൂർ ജില്ലയിലെ കല്ലേറ്റുംകരയിലാണ് ഇവരുടെ ഭവനം. ഇൻഫന്റ് ജീസസ് ചർച്ച് കല്ലേറ്റുംകര. ഇതാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് കണ്ണംകുന്നി റോസി ആന്റണി. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ഒരു കുടുംബം. ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിലാണ് ഈ അമ്മ എല്ലാ മക്കളെയും വളർത്തിയത്. നമ്മോട് കൂടെ നമ്മുടെ റോസി അമ്മ ഉണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ ചില അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ തലമുറയോട് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. അമ്മയോട് ചോദിക്കട്ടെ, അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച കാര്യം എന്താണ്? ഇപ്പോൾ 7 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതവും എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഒരുമിച്ചുള്ള സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവം, മക്കളെ എങ്ങനെയാണ് നല്ല രീതിയിൽ വളർത്താൻ കഴിഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഞങ്ങൾ നല്ല സൗരമയിലും സ്നേഹത്തിലും തന്നെ ഞാനും ഭർത്താവും പിള്ളേരും ജീവിച്ചത്. പിന്നെ മക്കളെ വളർത്താനായിട്ട് ആള് ഗൾഫിൽ പോയപ്പോൾ ഞാനും മക്കളായിട്ട് ആയിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാവരും സ്കൂളിൽ
കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ വീട് പണിയാനായിട്ട് ഞങ്ങൾ വിചാരിച്ചാലും ഇത്രയോളം വലുത് 55-60 കൊല്ലം മുമ്പുള്ള വീടാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ആ വീട് പണി കഴിഞ്ഞിട്ട് വേണം മക്കളെ ഓരോരുത്തരെ കല്യാണം കഴിച്ചു വിടാൻ. അങ്ങനെ ഞങ്ങൾ കുറേ ആളും ഞാനും കൂടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീട് പണി കഴിച്ചതും പിന്നെ മക്കളെയൊക്കെ ഓരോരുത്തരെ കല്യാണം കഴിച്ച് കൊടുത്തതും. ഈ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ കയറ്റി വിടാൻ കഴിഞ്ഞല്ലോ നിങ്ങൾക്ക്. അതിനെക്കുറിച്ചും അവർക്ക് കൊടുത്ത ചില മൂല്യങ്ങളുണ്ടല്ലോ, എങ്ങനെ ജീവിക്കണം, വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, നല്ല മക്കളായി എങ്ങനെ ജീവിക്കണം എന്ന് എങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിച്ചത്? അത് ഞാൻ എൻ്റെ മക്കളെ എന്നും എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിക്ക് വിടും. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിനെ ആശ്രയിച്ച് ജീവിച്ചാൽ എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുത്തത്. ഇങ്ങനെ കുറേ സ്വത്തൊന്നും നോക്കിയിട്ടല്ല മക്കളെ കല്യാണം കഴിച്ച് കൊടുത്തതൊക്കെ. നല്ലൊരു ക്രിസ്ത്യാനി കുടുംബം നോക്കി മക്കളെ കെട്ടിച്ചു കൊടുത്തു. അതേമാതിരി തന്നെ അവരുടെ ഭർത്താക്കന്മാർ കൊണ്ടു നടക്കുന്നുണ്ട് പള്ളിയും ആയിട്ടൊക്കെ. അതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. അവർ പള്ളിയിലൊക്കെ പോയി എന്ന് പ്രാർത്ഥിക്കും. ഓരോ മക്കളൊക്കെ 4 മണിക്ക് 5 മണിക്കൊക്കെ എനിക്ക് കൊന്തയിൽ പ്രാർത്ഥന എത്തിക്കും. അതിപ്പോൾ എൻ്റെ മോനായാലും ഞാൻ എല്ലാ ഇവിടെ നാട് വിട്ട് പോണ നാൾ വരെ എല്ലാ ബുധനാഴ്ച ശനിയാഴ്ച ഞാൻ പള്ളിക്ക് വിട്ട് പള്ളിക്ക് പോയി കുർബാന ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പള്ളിക്ക് പോവുക. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ സന്തോഷം, സംതൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ ജീവിതത്തെ ആശ്രയിച്ചിരിക്കും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അമ്മ പങ്കുവെച്ചതിൽ നിന്ന്. മാതാപിതാക്കന്മാരെങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും മക്കളും. മാതാപിതാക്കൾ ഒരേ സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തത് മക്കൾക്കതൊരു പാഠമായി. ഇന്ന് മക്കളെല്ലാവരും ഒരേ മനസ്സോടെ ജീവിക്കുന്നു. അതിൻ്റെ സന്തോഷമാണ് അമ്മയ്ക്ക്. എൻ്റെ പേര് ലാസർ എന്നാണ്. ഈ ഭാര്യ ലില്ലി. ചേട്ടൻ്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ് അന്തോണി എന്ന് പറഞ്ഞ ആൾ. ഞങ്ങൾ ബോംബെയിലായിരുന്നു. ഞാനും ചേട്ടനും കൂടി ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നല്ല കുടുംബമായിട്ട് നല്ല സ്നേഹത്തിലാണ് പോയിരുന്നത്. നല്ല കുടുംബ യോജിപ്പുണ്ടായിരുന്നു. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അമ്മയും അമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളും, അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. മക്കൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. കാരണം അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിവേര് ബലപ്പെടുത്തിയത് ഈ മാതാപിതാക്കളാണ്. എൻ്റെ പേര് ജോയി കണ്ടങ്ങുന്നി. എൻ്റെ വൈഫാണ് ഫീന ജോസഫ്. മോളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. മോളുടെ പേര് നേഹ, മോൻ്റെ പേര് ഇമാനുവൽ എന്നാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് നാളായി താമസിക്കുന്നത്. 45 വർഷത്തോളം ഞങ്ങളിവിടെ താമസിക്കുന്നത്. എൻ്റെ കൂടെയാണ് അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുന്നത്. എനിക്ക് 4 പെങ്ങന്മാരും ഞാനൊരു മകനാണുള്ളൂ. ഞങ്ങൾ 5 പേരാണ് ഞങ്ങൾ പടലയിലുള്ളത്. എന്നിൽ മൂത്തതാണ് 3 പെങ്ങന്മാർ, താഴെ ഒരു അനിയത്തിയും. അപ്പച്ചൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ 7 വർഷമായി. അമ്മച്ചി ഞങ്ങളിവിടെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും സഹായിക്കും. ചെറുപ്പത്തിലെ ഞങ്ങളുടെ ഈ വീട് പണിയുന്ന സമയത്ത് തൊട്ട് ഉള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ തന്നെയാണ് കുറേയൊക്കെ ഈ പരിപാടിക്ക് സഹായിച്ചത്. അന്ന് തൊട്ട് അമ്മയുടെ വക ശിക്ഷണം നല്ല സ്ട്രോങ് ആണ്. കാരണം തെറ്റ് ചെയ്താൽ തല്ലും കിട്ടും, ചീത്തയും കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല ശിക്ഷണത്തോടുകൂടി ദൈവഭക്തിയോടു കൂടി തന്നെയാണ് ഞങ്ങളെ വളർത്തിയിടുക. ഞങ്ങളെല്ലാ ഞായറാഴ്ചകൾ പള്ളിയിൽ പോകാനോ കാറ്റസിന് പോകാനും എല്ലാം നിർബന്ധമാണ്. ഇവിടെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും നിർബന്ധമാണ്. അതിലൊന്നും ഒഴിച്ചുവിടാൻ പറ്റില്ല. 8:30 എന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞാൽ അമ്മയും അപ്പനും വന്നിരിക്കും, ഞങ്ങളും അവിടെ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ അന്ന് അമ്മയുടെ അടി കിട്ടും ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഞങ്ങളൊരു ഡിസിപ്ലിൻഡ് കുടുംബം എന്ന് പറയാം. പിന്നെ എനിക്കൊരു 3ാമത്തെ മകൻ കൂടി ഉണ്ടായിരുന്നു. ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്പായിരുന്നു. അവൻ 13.5 വയസ്സായപ്പോൾ മരിച്ചു. ഇപ്പോൾ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. അവൻ ഞങ്ങളുടെ ഒരു ഗോൾഡൻ കാർഡ് എന്ന് പറയാം. അവൻ വന്നപ്പോൾ എനിക്ക്
എൻ്റെ സ്വഭാവം തന്നെ മാറി. ഞാനൊരു മുൻകോപക്കാരനായിരുന്നു, പക്ഷെ അവൻ എന്നെ തന്നെ മാറ്റി മറിച്ചെടുത്തു എന്ന് പറയാം. അത് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും അതൊരു നല്ലതായിട്ട് തോന്നിച്ചു അവൻ വന്നത് തന്നെ ഞങ്ങൾക്ക്. പിന്നെ അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മച്ചിക്ക് ഇപ്പോൾ പ്രായമായിട്ടുണ്ടെങ്കിലും അമ്മച്ചിക്ക് നമ്മളൊരു കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഗെറ്റ് ടുഗദറാണ്, ഇപ്പോൾ പെരുന്നാൾ വരികയാണെങ്കിൽ ആളാണ് ട്രംപ് കാർഡ്. എല്ലാത്തിനും ഭക്ഷണം വയ്ക്കുന്നതിന് ലീഡർ, എല്ലാത്തിനും ലീഡർഷിപ്പ് ആളാണ്. ആളുടെ നേതൃത്വത്തിലായിരിക്കും എല്ലാം. ഞങ്ങളെല്ലാവരും ആളുടെ പിന്നിലാണ് അണിനിരക്കുള്ളൂ. അതിനിപ്പോൾ ഏത് കാര്യമല്ല, ഇനിയിപ്പോൾ വേറെ പെങ്ങന്മാരുടെ വീട്ടിലൊരു പരിപാടിയാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ആൾ തന്നെയാണ് ചാമ്പ്യനായിട്ട് നിൽക്കുക. കാരണം ആൾ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അത് നല്ലത് തന്നെ ഉണ്ടാവാറുള്ളൂ. അതാണ് അമ്മച്ചിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ. പിന്നെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ വളരെ ഒരു പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അപ്പച്ചൻ ബോംബെയിൽ മഹേന്ദ്രയിൽ ജോലി ചെയ്ത് ഒരു 40, ഞാൻ ഒരു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് പിന്നെ അപ്പച്ചൻ ഗൾഫിൽ പോയി ജോലിക്ക്. അങ്ങനെ ഞങ്ങൾ വീട് വെച്ച് വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അന്നത്തൊക്കെ ആ കഷ്ടപ്പാടിൽ അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തെ കൂട്ടിയൊരുപ്പിച്ച് കൊണ്ടു നടന്നു. എല്ലാം നല്ല രീതിയിൽ അമ്മ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അടിസ്ഥാന തത്വം നമ്മുടെ എല്ലാവരും ഞങ്ങളുടെ അമ്മ അപ്പച്ചൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഫീന. ഞാൻ ഇവിടുത്തെ മോൻ്റെ ഭാര്യയാണ്. 25 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. അമ്മിച്ചി പിന്നെ ഇവിടെ വന്നു തുടങ്ങി എല്ലാ കാര്യങ്ങളും സഹായിക്കും. ഇപ്പോൾ ഇച്ചിരി വയ്യായ കൊണ്ട് മാത്രമാണ് അടുക്കളയിൽ സഹായിക്കാനില്ലത്. എന്നാലും എല്ലാ കാര്യങ്ങളിലും കറി വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്നെ സഹായിക്കാറുണ്ട്. പണ്ട് മോൻ വയ്യാത്ത കാലത്തൊക്കെ ഞാൻ പലതവണ ഹോസ്പിറ്റലായിരുന്നു. അപ്പം മൂത്ത മക്കളെ നോക്കിയതും കാര്യങ്ങളൊക്കെ ചെയ്തതും എല്ലാം അമ്മിച്ചിയാണ്. എല്ലാത്തിനും സഹായിക്കാനും കൂടെ കൂടാനും ഒക്കെ ത്തിനും നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. പിന്നെ അമ്മിച്ചി നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണതായിരുന്നു. ഇപ്പോഴായാലും ആദ്യ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളും പോകണമെന്ന് നിർബന്ധമാണ് ആൾക്ക്. പിന്നെ കുമ്പസാരിക്കാനും എല്ലാത്തിനും ഞങ്ങളെ നിർബന്ധിക്കാറുണ്ട്. ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ 2ാമത്തെ മകളാണ്. എൻ്റെ പേര് ഫിലോ ആണ്. എൻ്റെ ഹസ്ബൻഡാണിത്, ജോൺസൺ എന്നാണ് പേര്. ഞങ്ങൾ കല്ലേറ്റിങ്ങര തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകള് ജെലീൻ ജോൺസൺ, അവൾ ഇവിടെ ഇല്ല, അവൾ ഓസ്ട്രേലിയയിലാണ്. അവളുടെ ഹസ്ബൻഡും 2 കുട്ടികളുണ്ട്, അവർ അവിടെ സെറ്റിൽഡാണ്. പിന്നെ എൻ്റെ 2ാമത്തെ മകനാണിത്. എൻ്റെ മകൻ്റെ പേര് ചാൾസ് ജോൺസൺ എന്നാണ്. അവളുടെ വൈഫാണ് ചിപ്പി. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്, ചങ്ങനാശ്ശേരി തോട്ടാശ്ശേരി ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ കൊച്ചുമകൻ, ഞങ്ങളുടെ കൂടെയുള്ളത് ഫെഡറിക് ചാൾസ്. പിന്നെ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ വളരെയധികം നല്ല സ്ട്രിക്റ്റോടു കൂടി വളർത്തി, നല്ല സ്നേഹത്തോടു കൂടിയും പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഇപ്പോഴും. എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുക. അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഒരു ഐക്യം, ഒരു ഒരുമ ഞങ്ങളിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്ത്. അന്നൊന്നും പൈസയ്ക്ക് അത്ര ഇതില്ലായിരുന്നെങ്കിലും ആ കഷ്ടപ്പാടിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങളെല്ലാവരും നല്ല സ്വരുമയോടു കൂടിയാണ് അന്നും കഴിഞ്ഞിരുന്നത്. എൻ്റെ പേര് ജോൺസൺ. ഞാൻ ഇവിടുത്തെ 2ാമത്തെ മകളെ ഫിലോനെ കെട്ടിയിരിക്കുന്നത്. എൻ്റെ വീട് കല്ലേറ്റിങ്ങര തന്നെയാണ്. ഞാൻ കല്യാണം കഴിച്ചത് അന്ന് മുതൽ ഈ വീട്ടിനോട് സഹകരിച്ച് വളരെ സ്നേഹത്തിലും ഐക്യത്തോടും കൂടിയിട്ടാണ് ഞങ്ങളോട് പെരുമാറുള്ളതും ഞങ്ങൾ തിരിച്ചും അങ്ങോട്ടും പെരുമാറുള്ളത്. എൻ്റെ പേര് ലിസി. ഞാൻ അമ്മച്ചിയുടെ 3ാമത്തെ മോള്. എൻ്റെ കെട്ടിച്ചേർന്നത് അമ്പഴക്കാട് പള്ളിപ്പാട്ട് കുടുംബത്തേക്കാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് റാഫേൽ. എനിക്ക് 2 മക്കൾ, മോനും മോളും. അവർ 2 പേരും കല്യാണം കഴിഞ്ഞു. അവർ 4 പേരും വിദേശത്താണ്. ഞാനും എൻ്റെ ഭർത്താവും മാത്രം വീട്ടിൽ. അപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മയുണ്ട്. ആൾ ദേഷ്യപ്പെടും, എന്നാലും ഭയങ്കര, എനിക്കറിയില്ല എന്നോടാണോ എന്ന് എനിക്കറിയില്ല, എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് അപ്പച്ചന്. എനിക്കങ്ങനെ തോന്നിയേക്കണേ. എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ എൻ്റെ എന്ത് ടെൻഷനിലും എനിക്ക് ഏറ്റവും ശക്തിയും ബലം എൻ്റെ അമ്മയാണ്. 2 ദിവസം കൂടുമ്പോഴെങ്കിലും അമ്മയുടെ ഒരു ശബ്ദം കേട്ടില്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ടെൻഷനാണ് നമുക്ക്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഏതിനും അമ്മയുടെ ഒരു ശബ്ദം കേട്ടാൽ തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ എല്ലാം ഒന്ന് റിലാക്സ്ഡ് ആവും ഞാൻ. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ പ്രാർത്ഥനയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലായി അമ്മച്ചി. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞുതരും. ഇന്നത് പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യും അമ്മച്ചി, അതൊരു പ്രത്യേകതയാണ്. നല്ല ടേസ്റ്റി ഫുഡാണ് അമ്മയുടെ. അപ്പോൾ എല്ലാ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. അന്നൊക്കെ ഒരു അടിച്ചുപൊളിയാണ്.
എൻ്റെ പേര് ജോയ്സി. എന്നെ വേലുപ്പാടത്തേക്ക് കല്യാണം കഴിച്ചേക്കണേ. അവിടെ പുന്നക്കര കുടുംബത്തിലേക്കാണ്. എൻ്റെ ഭർത്താവ് ബിജു. ആൾക്ക് ബിസിനസ് സംബന്ധമായിട്ട് ആൾ ബാംഗ്ലൂർ പോയേക്കാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് 2 മക്കളാണ്. മോന് അഡ്വക്കേറ്റാണ്. ഇന്ന് കേസുള്ള കാരണം ആൾക്ക് വരാൻ പറ്റിയില്ല, എറണാകുളത്താണ്. പിന്നെ മോള് കാനഡയിലാണ്. അപ്പോൾ വീട്ടിലാരും ഇല്ല, ഞാൻ തന്നെയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പിന്നെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും 5 മക്കളുണ്ടല്ലോ, എല്ലാവരും കളിച്ച് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോണ ഫാമിലി ആയിരുന്നു. പിന്നെ അപ്പച്ചൻ ഉള്ളിടത്തോളം കാലം വരെ ഞങ്ങളെല്ലാവരും ടൂർ പോലും എവിടേക്കും അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് പോക്കൊന്നും ഇല്ല. എല്ലാവരും ഒരു വണ്ടി വിളിച്ച് നല്ല കളിച്ച് ചിരിച്ച് അവിടെ പോയി ഭക്ഷണം വെച്ച് എല്ലാ ടൂറും പോകുന്നത് വേളാങ്കണ്ണിക്കാണ്. വേളാങ്കണ്ണിയും പിന്നെ ഒരു ഊട്ടി, അല്ലെങ്കിൽ വേളാങ്കണ്ണി ഒരു കൊടൈക്കനാൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്ഥിരം പോയിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പേരമക്കളൊക്കെ എല്ലാവരും പോയി ടൂർ ഓർഗനൈസ് ചെയ്യാൻ പിള്ളേരില്ലാണ്ടായി. പിന്നെ ഇപ്പോൾ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ നല്ല അടിയടിക്കും. അമ്മ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അന്ന് 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത് അമ്മ. അപ്പം ഞങ്ങൾക്കൊന്നൊരു ട്യൂഷന് പോകേണ്ട വരില്ല. ഞാൻ എം എ വരെ പഠിച്ചതാണ്. ചേച്ചിമാരെല്ലാവരും എം എ കഴിഞ്ഞവരാണ്. എല്ലാവരും നന്നായി പഠിച്ചവരാണ്. അപ്പോൾ എല്ലാവരും പഠിപ്പിച്ചതൊക്കെ അമ്മ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അമ്മയെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ, അമ്മ ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ കുറേ പ്രോബ്ലംസൊക്കെ സോൾവ് ആവും. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. എൻ്റെ പേര് നേഹ ജോസഫ്. ഞാൻ BTech in ബയോടെക്നോളജി പഠിച്ചു ഫ്രം സഹദിയ കോളേജ്. ഞാനിപ്പോൾ ജോലി ചെയ്യാണ് കളമശ്ശേരി HMT ഗ്രീൻ മെത്തേഡ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഞാൻ ഇവിടെ അമ്മാമ്മയുടെ ഒറ്റ മോൻ, അതായത് 4ാമത്തെ മോൻ ആണ് എൻ്റെ അപ്പൻ്റെ മൂത്ത മോളാണ് ഞാൻ. ഇനിയും അമ്മാമ്മനെ കുറിച്ച് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിൽ മുതലും അമ്മാമ്മ ഞങ്ങളുടെ കൂടെ കളിച്ചിട്ടുണ്ട്. ഒളിച്ചു പ്രാന്തിയും കണ്ണ് പൊത്തി കളികളും എല്ലാം ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ കളിച്ചു. ട്രിപ്പൊക്കെ പോയാലും അമ്മമാരെക്കാളും ഏറ്റവും എനർജിയും സന്തോഷവും അമ്മാമ്മ ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ അപ്പാപ്പനെ കുറിച്ച് പറയുമ്പോൾ അപ്പാപ്പൻ എവിടെ പോയി തിരിച്ചു വന്നാലും ഫുഡ്, ലേസാണ് അപ്പാപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പാപ്പനും ലേസ് വാങ്ങിച്ചു തരും, ഞങ്ങൾക്ക് ലേസ് വാങ്ങിച്ചു തരും. അങ്ങനെ ഫുഡിന് ഞങ്ങൾക്ക് ഒരു കുറവും അപ്പാപ്പൻ വരുത്തിയിട്ടില്ല. പിന്നെ അമ്മാമ്മ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ കൂടെ എപ്പോഴും ആയിട്ടിരിക്കും. എൻ്റെ പേര് ഇമാനുൽ ജോസഫ്. ഞാൻ BCom ACCA പഠിക്കുന്നത് സഹൃദയ കോളേജ്. ഞാൻ ഇവിടുത്തെ ആകെ ഒരു മോൻ, അമ്മാമ്മയുടെ ആളുടെ ഇളയ മോനാണ്. ഞാൻ അമ്മാമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ്മ നല്ല കിടിലായിട്ട് ഫുഡ് ഉണ്ടാക്കി തരും. അമ്മാമ്മയുടെ ഫുഡ് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നാറില്ല. പിന്നെ ചെറുപ്പകാലത്തൊക്കെ അമ്മയില്ലാത്ത സമയത്തൊക്കെ അമ്മാമ്മയാണ് ഫുൾ ടൈം എന്നെ നോക്കാറ്. അമ്മാമ്മയുടെ കെയറിൽ നിന്ന് കാരണം നല്ല സ്വഭാവത്തോടെ വളരാൻ പറ്റി. ദൈവഭക്തി ഉണ്ട് നല്ലോണം. അമ്മാമ്മ പള്ളിയിൽ പോയില്ലെങ്കിൽ നല്ല അടി തരാറുണ്ട്. അപ്പോൾ ആ ഒരു ശീലം നല്ലോണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ചാൾസ് ജോൺസൺ. ഇതെൻ്റെ വൈഫ് ചിപ്പി കാതറിൻ സെബാസ്റ്റ്യൻ. ഇതെൻ്റെ മകനാണ് ഫെഡറിക് ചാൾസ്. ഞാൻ അമ്മാമ്മയുടെ 2ാമത്തെ മകളുടെ 2ാമത്തെ കുട്ടിയാണ്. എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഹസ്ബൻഡും മക്കളായിട്ട് അവിടെ സെറ്റിൽഡാണ്. അമ്മാമ്മനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ അമ്മാമ്മ എക്കാലത്തും നമുക്ക് എന്നും ഒരു മാർഗനിർദ്ദേശിയായി നമ്മുടെ മുന്നിൽ നിന്നിരുന്ന അമ്മാമ്മയാണ്. ഇന്നാണെങ്കിലും 3 തലമുറയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പേരക്കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും എന്നും ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോകവിവരങ്ങളും ഒപ്പം ഒരു ജീവിതം എങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അമ്മാമ്മയാണ്. നമുക്ക് ഒപ്പം തന്നെ ഈ പ്രായത്തിലും ഇത്ര എനർജറ്റിക്കായിട്ട് ഒരു അമ്മാമ്മേനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് കൊച്ചുമക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ തന്നെ ഞങ്ങളെ വിട്ട് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ അപ്പാപ്പൻ ഞങ്ങളെ വിട്ട് പോയിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. എങ്കിലും ഇന്നും അപ്പാപ്പനുമായിട്ടുള്ള പല നിമിഷങ്ങളും ഞങ്ങളുടെ മനസ്സിൽ എന്നും ഓളം തല്ലി വരാറുണ്ട്. കഴിഞ്ഞ അപ്പാപ്പൻ മരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി പോയൊരു ട്രിപ്പ് ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ വേളാങ്കണ്ണി അന്ന് പോയതിന് ശേഷം പിന്നെ ഇന്നവരെ പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നും അപ്പാപ്പരുമായിട്ട് അമ്മാമ്മയും എല്ലാവരും ചേർന്ന് പോയ ആ ട്രിപ്പ് ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു വർണ്ണശലഭമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് ഇന്ന് നിൽക്കുകയാണ്.
ഒപ്പം തന്നെ അമ്മാമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട് കല്ലേറ്റിക്കര തന്നെയാണ്. അതിൻ്റെ പേരിൽ എല്ലാ ദിവസങ്ങളിലും നമ്മളതിൽ കൊടുന്ന് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത്, കഴിയാവുന്ന എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കൃപ മക്കളിലേക്കും മരുമക്കളിലേക്കും പകർന്നു നൽകിക്കൊണ്ട് നല്ലൊരു സ്നേഹത്തിൽ ഒരു തറകല്ല് പാവിക്കൊണ്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാവർക്കും ഉപദേശിയായും മാർഗനിർദ്ദേശിയുമായി നിലനിൽക്കുന്ന അമ്മാമ്മ എന്നും ഞങ്ങളുടെ വലിയൊരു കരുത്താണ്, ഞങ്ങൾക്കൊരു സഹായകരമാണ്. ഒപ്പം തന്നെ എന്നും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ അമ്മാമ്മയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ചിപ്പി. എൻ്റെ വീട് ചങ്ങനാശ്ശേരി രായക്കാട് ഇടവകക്കടുത്താണ്. എന്നിവിടെ കെട്ടിച്ചിട്ട് വന്നിട്ട് 5 വർഷമായി. ഞങ്ങളെപ്പം ഇങ്ങോട്ട് വന്നാൽ, അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ അമ്മാമ്മ ഞങ്ങളൊപ്പം ഇരുന്ന് കൊടുത്ത് സംസാരിച്ച് ഇവരുടെ ചെറുപ്പക്കാര്യം പറയും, അപ്പാപ്പനെ പറ്റി പറയും, വിവാഹത്തിന് നല്ല ടിപ്സൊക്കെ പറഞ്ഞു തരും. I am Fegi Charles. I like my mama so much. കല്ലേറ്റിങ്കര ഇൻഫന്റ് ജീസസ് ചർച്ചിൻ്റെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ ഇടവക ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു നല്ല പിതാവ്, മക്കളെ അറിയുന്നവൻ, മക്കളോടൊപ്പം എല്ലാറ്റിലും പങ്കുകൊള്ളുന്നവൻ. ആ വികാരിയച്ഛൻ ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇടവകയുടെ കൈക്കാരന്മാരിൽ ഒരാളാണ് റോസിയുടെ മകൻ, ഏക മകൻ ജോയ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ജോസഫ്. 5 മക്കളുണ്ട്. 5 മക്കൾക്കും കൂടി ഒരാങ്ങളെയാണുള്ളത്. ഈ 5 മക്കളും അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇടവകയിൽ സജീവ സാന്നിധ്യമായ ജോയ് ഈ അമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒരു കുറവും വരുത്താണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. എവിടെ കൊണ്ടുപോകാനും ഏത് പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിലും ആത്മീയമായ ഒരു കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. 5 മക്കളും അതുപോലെ തന്നെ ഒരുപോലെ സഹകരിച്ച് ഈ അമ്മേനെ ശുശ്രൂഷിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത്. മക്കൾ മാത്രമല്ല കേട്ടോ, മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ അത് വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടി ഞാൻ ഓർക്കുകയാണ്. ചെറുപ്പം മുതലേ ദൈവവിശ്വാസത്തിലാണ് ഈ അമ്മ എല്ലാ മക്കളെയും വളർത്തിയത്. ഒന്നിച്ചുള്ള പ്രാർത്ഥന അത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ഒന്നിച്ചുള്ള തീന്മേശയിലെ വിരുന്ന് ഇവരുടെ ഐക്യത്തെ ദൃഢമാക്കുന്നു. ഇതാണ് കണ്ണംകുന്നി കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. മാറിയ സാഹചര്യത്തിൽ പ്രായമായ മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണമെന്ന ഒരു നല്ല സന്ദേശം പാറശാല രൂപതയുടെ അഭിവന്യ പിതാവ് തോമസ് മാർ എവ്സേബിയൂസ് നൽകുന്നത് നമുക്ക് കേൾക്കാം. മധുരം ജീവിത സായാഹ്നം എത്രയോ പ്രാധാന്യമുള്ള ഒരു മൂല്യമാണ് സംവേദനം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളൊക്കെ വ്യക്തികളായിരിക്കുന്നവർ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നന്മകളുടെ വലിയ പങ്കും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഉൾക്കൊണ്ടതാണ്. അവരുടെ ജീവിതവും അവരുടെ സ്നേഹവും ആ സ്നേഹത്തിന് വേണ്ടി അവർ ഏറ്റെടുത്ത ത്യാഗങ്ങളും സഹനങ്ങളും അവരുടെ ജീവിത സാക്ഷ്യങ്ങളുമൊക്കെയാണ് നമ്മുടെ വ്യക്തിത്വങ്ങളെ നാം ആക്കി മാറ്റിയത്. അപ്പോൾ ആ ഒരു അടിസ്ഥാന ബോധ്യം നമ്മെക്കൊണ്ടെത്തിക്കേണ്ടത് അവരെ സംരക്ഷിക്കുവാനുള്ള വലിയൊരു സമർപ്പണത്തിലേക്കാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലായിരിക്കുന്ന ആ മാതാപിതാക്കൾ എത്രമാത്രം നമ്മുടെ സാന്നിധ്യവും
നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തുറന്നു പറയുവാൻ പലർക്കും അവർക്ക് സാധിച്ചില്ല എങ്കിലും പക്ഷേ ഏറ്റവും അധികം നമുക്ക് നൽകാൻ സാധിക്കുന്നത് നമ്മുടെ സാന്നിധ്യമാണ്. ഒരു വലിയ സ്നേഹ സംഭാവനയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കൂടുതൽ പേർക്ക് മാതാപിതാക്കളോടുള്ള അവരുടെ പ്രത്യേകമായ പ്രതിബദ്ധതയും അവരുടെ കടപ്പാടും സാക്ഷ്യപ്പെടുത്തുവാനും പ്രയോഗതലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുമെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. സങ്കീർത്തനം 133 നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരന്മാർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. കാരണം എന്താണ്? അവിടെയാണ് ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും അനുഗ്രഹവും കുടികൊള്ളുന്നത്, ജീവൻ പ്രദാനം ചെയ്യുന്ന അനുഭവം. അത്തരമൊരു കുടുംബമാണ് ഈ കണ്ണംകുന്നി കുടുംബം. ഈ അമ്മ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കണ്ണിയാണ്. പിതാവ് 7 വർഷം മുമ്പ് മരിച്ചുപോയെങ്കിലും ഇവർ ഒരേ മനസ്സോടെ ഒരുമിച്ച് ദൈവം അവർക്ക് നൽകിയ മക്കളെ 5 മക്കളെയും ദൈവത്തിനു വേണ്ടി വളർത്തി. സ്നേഹം എന്താണെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഉപദേശിക്കുകയല്ല ചെയ്തത്, ജീവിതത്തിലൂടെ എങ്ങനെ വിശ്വാസ ജീവിതം നയിക്കണം, പ്രാർത്ഥിക്കണം, എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കണം, കൃത്യമായ അച്ചടക്കമുള്ള പരിശീലനം. ദൈവത്തിനു വേണ്ടി മക്കളെ വളർത്തി. അതുകൊണ്ട് മക്കളൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഈ മക്കളൊക്കെ ഇന്ന് സമൂഹത്തിനും കുടുംബത്തിനും ദൈവത്തിനും പ്രീതികരമായ ജീവിതം നയിക്കുന്ന അനുഭവമാണ്. കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകാ കുടുംബമാണ് ഈ കണ്ണംകുന്നി കുടുംബം. പർദീസ അനുഭവമുള്ള ഈ കുടുംബത്തിൻ്റെ അമ്മയ്ക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.